നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ്റെ ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പല സബ് ഇൻ്റർവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതൊരു പാർട്ടീഷനാണെന്ന് കണ്ടു. ഓരോ പാർട്ടീഷനിലും ഓരോ സബ് ഇൻ്റർവലിൽ നമ്മളൊരു പോയിൻ്റ് ചൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ ടി ഐ, അപ്പം xi-1 xi എന്നുള്ളതാണ് നമ്മൾ ith സബ് ഇൻ്റർവലായിട്ട് എടുക്കുന്നതെങ്കിൽ ആ പാർട്ടീഷന് നമ്മളൊരു ഈ ഇൻ്റർവലിൽ എവിടെയെങ്കിലും അത് xi-1 ആകാം, xi ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കത്തെ ഏത് പോയിൻ്റ് വേണേലാകാം. അങ്ങനെ ഒരു പോയിൻ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ടി ഐ എന്ന് പറയുന്നു. അപ്പം ഒരു പാർട്ടീഷൻ ടുഗദർ വിത്ത് എ ടാഗിനെ നമ്മൾ ടാഗ്ഡ് പാർട്ടീഷൻ എന്നാണ് പറയുന്നതെന്ന് കണ്ടു. പിന്നെ നമ്മൾ എന്താ ഡിഫൈൻ ചെയ്തത്? റീമാൻ സമ്മ് എഫ് പി ഡോട്ട് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഡിഫൈൻ ചെയ്തു. എസ് എഫ് പി ഡോട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് സിഗ്മ എഫ് ഓഫ് ടി ഐ ഇൻറ്റു xi മൈനസ് xi ഇൻറ്റു ലെങ്ത് ഓഫ് ദി സമ്മേഷൻ എഫ് ഓഫ് ടി ഐ ഇൻറ്റു ലെങ്ത് ഓഫ് ദി ith സബ് ഇൻ്റർവൽ എന്നുള്ളതാണ്. ഇത് നമ്മൾ എസ് എഫ് പി ഡോട്ട് എന്ന് വിളിച്ചു. അപ്പോൾ നമ്മളൊരു നോം ചെറുതാകും തോറും ഈ സം എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് വാല്യൂ, ഒരു പർട്ടിക്കുലർ വാല്യൂയോട് അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രൽ. അതായത് നമ്മൾ ഒരേ ഇൻ്റർവലിന് തന്നെ നമുക്ക് പല പാർട്ടീഷൻസും പല ടാഗ്ഡ് പാർട്ടീഷൻസും ഉണ്ട്. അപ്പോൾ ഒരേ പാർട്ടീഷന് കറസ്പോണ്ടിങ് തന്നെ പല ടാഗ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് പാർട്ടീഷൻ എടുത്താലും എസ് എഫ് പി ഡോട്ടിൻ്റെ വാല്യൂ ഏകദേശം ഒരു പർട്ടിക്കുലർ പോയിൻ്റ് അല്ലെങ്കിൽ ഒരു വാല്യൂവിനോട് അടുത്താണോ നിൽക്കുന്നതെങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അപ്പോൾ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു. ഫോർ എവരി എപ്സിലോൺ കേട്ടത് ദെയർ എക്സിസ്റ്റ് ആൻ എൽ എലമെൻറ്റ് ഓഫ് റിയൽ നമ്പർ എൽ എലമെൻറ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെയർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഡെൽറ്റ ഡിപ്പെൻഡ്സ് ഓൺ എപ്സിലോൺ ആണ്. Whenever norm of p dot less than delta epsilon, modulus of s of p dot minus l is less than epsilon. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് തിയറം 1 ആണ്. എഫ് ഈസ് സെഡ് ടു ബി റീമാൻ ഇൻ്റഗ്രബിൾ. ഇത് വായിക്കേണ്ട എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്നുള്ളതാണ്. എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ദെൻ ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ ഈസ് യൂണിക്ലി ഡിറ്റർമിൻ. അപ്പോൾ എഫ് റീമാൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു യുണീക്ക് നമ്പർ ആയിരിക്കും എന്നാണ്. അത് നമ്മൾ പറഞ്ഞു എസ് റീമാൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെയർ എക്സ് എ ഡെൽറ്റ എപ്സിലോൺ ഡിപ്പെൻഡിങ് ഓൺ എപ്സിലോൺ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എഫ് റീമാൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ ഈ എൽ എന്ന് പറയുന്നത് യുണീക്ക് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പോസിബിൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ സീക്വൻസിൻ്റെ ഒക്കെ ലിമിറ്റ് യൂണീക്കാന്ന് കാണിക്കാൻ വേണ്ടി 2 ലിമിറ്റ് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തതുപോലെ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യും ഈഫ് പോസിബിൾ അസ്യൂം ദാറ്റ് എഫ് റീമാൻ ഇൻ്റഗ്രലാണ്, എല്ലും എൽ ഡാഷും അതിൻ്റെ വാല്യൂസാണ്. നമ്മൾ ഈഫ് പോസിബിൾ അസ്യൂം ചെയ്യുവാണ് എൽ ഡാഷും എൽ ഡബിൾ ഡാഷും ഈ റീമാൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ്. അപ്പം ഡെഫിനിഷൻ അനുസരിച്ച് റീമാൻ ഇൻ്റഗ്രൽ ആണ്, അതിൻ്റെ വാല്യൂ എൽ ഡാഷ് ആണ് എങ്കിൽ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെയർ എക്സിസ്റ്റ് ഡെൽറ്റ ഡാഷ് ഓഫ് എപ്സിലോൺ ബൈ 2. ഈ എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഡെൽറ്റ ഡാഷ് ഓഫ് എപ്സിലോൺ ബൈ 2 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എസ് എഫ് P1 dot minus L dash is less than epsilon by 2 for partition P1 dot with norm less than delta dash of epsilon by 2. അപ്പോൾ ഈ എപ്സിലോൺ നമ്മൾ എപ്സിലോൺ ഫിക്സ് ചെയ്ത ആ എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ ഡാഷ് എപ്സിലോൺ ബൈ 2 കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് നോം ഓഫ് P1 ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഡാഷ് ഓഫ് എപ്സിലോൺ ബൈ 2 വരുമ്പം എസ് എഫ് P1 ഡോട്ട് മൈനസ് എൽ ഡാഷ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും. ഇനി നമ്മൾ ഇതേ സെയിം എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ റീമാൻ്റെ വാല്യൂ എൽ ഡബിൾ ഡാഷ് ആണെങ്കിൽ നമുക്ക് പറയാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ ഡബിൾ ഡാഷ് ഓഫ് എപ്സിലോൺ ബൈ 2 കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് നോം ഓഫ് P2 ലെസ് ദാൻ ഡെൽറ്റ ഡബിൾ ഡാഷ് ഓഫ് എപ്സിലോൺ ബൈ 2 വരുമ്പം എസ് എഫ് P2 ഡോട്ട് ആ പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് എൽ ഡബിൾ ഡാഷിൻ്റെ വാല്യൂ ഇതൊന്നും കൊണ്ടുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും നമുക്ക് പറയാമല്ലോ. ഇനി നമ്മൾ ഡെൽറ്റ എപ്സിലോൺ എന്ന് പറയുന്നത് മിനിമം ഓഫ് ദിസ് 2 എടുക്കുക. മിനിമം ഓഫ് ഡെൽറ്റ ഡാഷ് ഓഫ് എപ്സിലോൺ ബൈ 2 ആൻഡ് ഡെൽറ്റ ഡബിൾ ഡാഷ് ഓഫ് എപ്സിലോൺ ബൈ 2 എടുക്കുക. ഈ P1 ഡോട്ട് ഡാഷും P2 ഡാഷിൻ്റെയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. ഡെൽറ്റ എപ്സിലോൺ എന്ന് പറയുന്നത് മിനിമം ഓഫ് ദിസ് എടുക്കുവാണ് എങ്കിൽ ആൻഡ് പി ഡോട്ട് എന്നും പറഞ്ഞ് നമ്മൾ വേറൊരു പാർട്ടീഷൻ ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ വേറൊരു പാർട്ടീഷൻ നമ്മൾ P1 ഡോട്ടും P2 ഡോട്ടും ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ദിസ് ആണ്.
അപ്പോൾ നമ്മൾ പി ഡോട്ട് എന്നും പറഞ്ഞ് ഒരു ടാഗ്ഡ് പാർട്ടീഷൻ എടുക്കുവാണ് ഹൂസ് നോം ഈസ് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ എന്ന് പറയുന്നത് മിനിമം ഓഫ് ദിസ് ആയതുകൊണ്ട് ഡെൽറ്റ എപ്സിലോൺ എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ബൈ 2, ഡെൽറ്റ ഡാഷ് ഓഫ് എപ്സിലോൺ ബൈ 2 ആയിരിക്കും, ഡെൽറ്റ ഡബിൾ ഡാഷ് ഓഫ് എപ്സിലോൺ ബൈ 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ ഡാഷ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആൻഡ് എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ ഡബിൾ ഡാഷ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് പറയാമല്ലോ. കാരണം നോം ലെസ് ദാൻ ഡെൽറ്റ ഡാഷ് ഓഫ് എപ്സിലോൺ ബൈ 2 ആകുമ്പോൾ നമുക്ക് ഈ കണ്ടീഷനുണ്ട്. നോം ലെസ് ദാൻ ഡെൽറ്റ ഡബിൾ ഡാഷ് ഓഫ് എപ്സിലോൺ ബൈ 2 ആകുമ്പോൾ ഈ കണ്ടീഷനുണ്ട്. ഇവിടുത്തെ ഡെൽറ്റ എപ്സിലോൺ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പി ഡോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആകുമ്പോൾ പി ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ഡെൽറ്റ ഡാഷ് ഓഫ് എപ്സിലോൺ ബൈ 2 ആയിരിക്കും, ലെസ് ദാൻ ഡെൽറ്റ ഡബിൾ ഡാഷ് ഓഫ് എപ്സിലോൺ ബൈ 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഈ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൽ ഡാഷ് മൈനസ് എൽ ഡബിൾ ഡാഷ് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന് നമുക്ക് എൽ ഡാഷ് മൈനസ് എസ് എഫ് പി ഡോട്ട് പ്ലസ് എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ ഡബിൾ ഡാഷ് എസ് എഫ് പി ഡോട്ടും ഇതിൻ്റെ അകത്തോട്ട് മൈനസ് ചെയ്യുകയും പ്ലസ് ചെയ്യുകയും ചെയ്തു. ഇനി ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ചിട്ട് നമുക്കിന്ന് എൽ ഡാഷ് മൈനസ് എസ് എഫ് പി ഡോട്ട് പ്ലസ് എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ ഡബിൾ ഡാഷ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2. ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്, ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൽ ഡാഷ് മൈനസ് എൽ ഡബിൾ ഡാഷ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. വേറെ എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി നമ്പറാണ്. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് ആർബിട്രറി ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 0 ലെസ് ദാൻ എ ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണ് എങ്കിൽ എ എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ 0 ലെസ് ദാൻ എന്നുള്ള എടുക്കേണ്ട മോഡുലസ് ആയതുകൊണ്ട് മോഡുലസ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുമ്പം ഈ മോഡുലസ് ഷുഡ് ബി ഈക്വൽ ടു എപ്സിലോൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് പറയാം? എൽ ഡാഷ് മൈനസ് എൽ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എൽ ഡാഷ് ഈസ് ഈക്വൽ ടു എൽ ഡബിൾ ഡാഷ് എന്ന് കിട്ടും. അപ്പോൾ ഈ യൂണീക്കാന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ആ എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ എന്നുള്ള ആ എല്ല് യുണീക്കാന്നാണ് നമുക്ക് കിട്ടിയത്. രണ്ടെണ്ണം ഉള്ളപ്പോൾ നമുക്ക് അത് രണ്ടും ഈക്വൽ ആണെന്നാണ് കിട്ടിയത്. അപ്പോൾ ആ വാല്യൂ എല്ലിനെ നമ്മൾ റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ എൽ ഈസ് സെറ്റ് ടു ബി ദ റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓർ ഇനി നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കൊടുക്കും. അപ്പോൾ ദ എൽ ദാറ്റ് സാറ്റിസ്ഫൈസ് മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ, അതിനെ നമ്മൾ റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓർ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി നമുക്കുള്ളത് കുറച്ച് എക്സാമ്പിൾസാണ്. അപ്പം ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ റീമാൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഓരോ ആ വാല്യൂ ഏകദേശം ആ എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ എന്നുള്ള ആ എല്ല് എന്താണ് അല്ലെങ്കിൽ റീമാൻ ഇൻ്റഗ്രലിൻ്റെ ആ വാല്യൂ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമെങ്കിലല്ലേ നമുക്ക് എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ഉള്ള കണ്ടീഷൻ എപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ എല്ല് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് മിക്ക പ്രോസസ്സിലും നമ്മൾ ആ എസ് എഫ് പി ഡോട്ടിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ പാർട്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഒരു ജനറൽ പാർട്ടീഷൻ വെച്ചിട്ട് എസ് എഫ് പി ഡോട്ടിൻ്റെ വാല്യൂസ് നോക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷന് റീമാൻ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്നാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ കോൺസ്റ്റൻ്റ് എടുത്താൽ ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ എഫ് ഓഫ് എക്സ് നമ്മൾ കെന്ന് എടുക്കുകയാണെങ്കിൽ ആ എഫ് ഓഫ് എക്സ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടാഗ്ഡ് പാർട്ടീഷൻ പി ഡോട്ട് കൺസിഡർ ചെയ്യണം. അതിൻ്റെ ആ ടാഗ്ഡ് പാർട്ടീഷന് നമ്മൾ ജനറലി കാണിക്കുന്നത് അതിൻ്റെ ith സബ് ഇൻ്റർവൽ കാണിക്കാൻ വേണ്ടി xi-1 xi. ഈ ടാഗിനെ നമ്മൾ ടി ഐ എന്നും വിളിക്കുകയാണെങ്കിൽ ഇത് ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ ഒരു ടാഗ്ഡ് പാർട്ടീഷനാണ്. അപ്പോൾ എസ് എഫ് പി ഡോട്ട് ബൈ ഡെഫിനേഷൻ എന്താണ് പറയുന്നത്? സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n. n പാർട്ടീഷൻസ് ആണ് ഉള്ളതെങ്കിൽ n സബ് ഇൻ്റർവൽസ് ആണ് ഉള്ളതെങ്കിൽ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് ടി ഐ ഇൻറ്റു xi മൈനസ് xi-1 എന്നല്ലേ വരുന്നത്. ഇനി നമുക്ക് എഫ് ഓഫ് ടി ഐ എന്ന് പറയുന്നത് ഇവിടെ എല്ലാ പോയിൻറ്റും ടി ഇപ്പം നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 എന്നുള്ളൊരു ഇൻ്റർവെല്ലിൽ നമ്മൾ എഫ് ഓഫ് 0 എടുത്താലും എഫ് ഓഫ് 0.1 എടുത്താലും എഫ് ഓഫ് 0.2 എടുത്താലും എന്ത് തന്നെയാണെങ്കിലും ഈ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷന് വ്യത്യാസമൊന്നുമില്ല. ഏത് പോയിൻറ്റിലാണെങ്കിലും ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? കെ ആണ്. അപ്പോൾ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n
എഫ് ഓഫ് ടി ഐ എന്ന് പറയുന്നത് ടി ഐ എന്ത് തന്നെയാണെങ്കിലും അത് കെ ആണ്. കെ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 വരും. കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് സമ്മിൻ്റെ പുറത്തെടുക്കാം. സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് 1 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു, ഇനി നമ്മൾ ഇതെന്ന് പറയുന്നത് എന്താ, ആദ്യത്തെ സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത് പ്ലസ് രണ്ടാമത്തെ സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത് പ്ലസ് മൂന്നാമത്തെ സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത്, അത് ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തേ കിട്ടുകയുള്ളൂ, ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഇൻ്റർവൽ അല്ലേ വരുള്ളൂ. ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഇൻ്റർവൽ ബി മൈനസ് എ ആണ്. അപ്പോൾ നമുക്ക് അത് കെ ഇൻറ്റു ബി മൈനസ് എ എന്ന് കിട്ടും. ചെയ്ത പ്രോസസ്സ് ഇതാണ്. അപ്പോൾ നമ്മൾ ഇത് എ, ഇത് എ പ്ലസ് സം നമ്പർ, ഇത് എ പ്ലസ് അടുത്ത നമ്പർ. ഇപ്പോൾ നമ്മൾ ഈക്വൽ ഇൻ്റർവൽസ് ഡി ഉള്ള ഞാൻ ചുമ്മാ ഈക്വലായിട്ട് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. എ പ്ലസ് ഡി, അത് അടുത്ത് എ പ്ലസ് 2D, എ പ്ലസ് 3D, ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ ഇത് ഓരോന്നിനും ലെങ്തും അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് 0, 1, ഇത് 0.1, ഇത് 0.3, ഇത് 0.7, ഇത് 0.9, ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ലെങ്ത് എന്ന് പറയുന്നത് 0.1, രണ്ടാമത്തെ 0.3 മൈനസ് 0.3 എന്ന് പറയുമ്പോൾ 0.2, അടുത്തത് 0.4, 7ഉം 3ഉം കൂടെ മണിക്കുമ്പോൾ 0.4, അടുത്തത് 0.2, അടുത്തത് 0.1. ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 0.1, 0.2, അപ്പം 0.3 ആയി, 0.7 ആയി, 0.9 ആയി, 1 ആയി. അപ്പോൾ ഈ ലെങ്ത് ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മൾ കെ ഇൻറ്റു ബി മൈനസ് എ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എസ് എഫ് പി ഡോട്ടിൻ്റെ വാല്യൂ, അപ്പോൾ ഇവിടെ എന്ത് ടാഗ് എടുത്താലും, ഇവിടെ നോക്കി നമ്മൾ പാർട്ടീഷൻ എങ്ങനെ എടുത്താലും ടാഗ് എങ്ങനെ എടുത്താലും ഈ സാധനം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ടാഗ് മാറുന്നതനുസരിച്ച് ഈ സമ്മിന് വ്യത്യാസമൊന്നും വരത്തില്ല. ഇവിടെ ആ സം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഒരു എപ്സിലോൺ > 0 എടുത്താലും നമ്മൾ ഡെൽറ്റ എപ്സിലോൺ ഈക്വൽ ടു 1 എടുക്കുവാണെങ്കിൽ നമുക്ക് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ വരുമ്പോഴെല്ലാം മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് കെ ഇൻറ്റു ബി മൈനസ് എ എന്ന് പറയുന്നത് 0 ആണല്ലോ. കാരണം എസ് എഫ് പി ഡോട്ടിൻ്റെ വാല്യൂ എപ്പോഴും കെ ഇൻറ്റു ബി മൈനസ് എ ആയതുകൊണ്ട് ഈ ഡിഫറൻസ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ നോം ഓഫ് പി ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ നമ്മൾ 1, 0.1, 0.3 എന്തെടുത്താലും നമുക്ക് എപ്പോഴും ഈ സം എന്ന് പറയുന്നത് കെ ഇൻറ്റു ബി മൈനസ് എ ആയതുകൊണ്ട് നമുക്ക് ഡെൽറ്റ എപ്സിലോൺ എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എപ്സിലോൺ ഈക്വൽ ടു 1 എടുത്താൽ നമുക്ക് ഈ കണ്ടീഷൻ ഇത് നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാൻ പറ്റും. സോ റീമാൻ സമ്മിൻ്റെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാം എവരി കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഇൻ റീമാൻ ഇൻ്റഗ്രൽ ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറയുന്നത് കെ ഇൻറ്റു ബി മൈനസ് എ ആയിരിക്കും.